ജോലി ഞാൻ സ്വയം ചെയ്തോളാം. എങ്ങനെ ഹിന്ദിയിൽ പറയുന്നേ? നമ്മൾ പറയാറില്ലയോ, ഈ ജോലി ഞാൻ സ്വയം ചെയ്തോളാം. സ്വയം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ജോലിനെ പറയുന്നത് കാം എന്നാണെന്നും ചെയ്യാമെന്ന് പറയുന്നത്, ചെയ്തോളാം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ആണ് അല്ലെ, ചെയ്യാം എന്ന് പറയുന്നതാണ്. കർണയുടെ ഫ്യൂച്ചർ രൂപം എന്താണ്? കരൂങ്ക അല്ലെങ്കിൽ കരേക എന്നൊക്കെ പറയുന്നതാണ് അല്ലെ, അത് നമുക്കറിയാം. അപ്പൊ ഈ ജോലി, ഈ കാം ഞാൻ, മേം സ്വയം ചെയ്തോളാം എന്നാണ് അല്ലെ. അപ്പൊ അവിടെ ഈ സ്വയം എന്ന വാക്ക് നമുക്ക് പറയാൻ അറിയണം. സ്വയം എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്നത് മൈസെൽഫ് എന്നുള്ള അർത്ഥത്തില് ഖുദ് എന്നാണ്. ഓക്കെ, ഖുദ് യേ കാം മേം ഖുദ് കരൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരൂങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ഞാൻ സ്വയം ചെയ്തോളാം എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുക, ഖുദ് എന്നാണ് നമ്മൾ സ്വയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഇത് ഞാൻ സ്വയം ചെയ്തതാ എന്ന് പറയത്തില്ല. മേനെ നമ്മൾ ചെയ്ത കാര്യം പറയുമ്പോ മേയുടെ കൂടെ നേ കൂട്ടി പറയുന്ന കേട്ടോ. മേനെ ഖുദ് കിയ, ഇത് ഞാൻ സ്വയം ചെയ്തു എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളോട് മക്കളൊക്കെ പറയാണ് അമ്മ ഈ ഹോംവർക്ക് ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ പറയും അല്ലെ, നീ സ്വയം ചെയ്ത് നോക്ക്, സ്വയം ചെയ്ത് നോക്ക്. എങ്ങനെയാ പറയണ്ടേ? ഖുദ് കർക്കെ ദേഖോ, ഖുദ് കർക്കെ ദേഖോ. ക്ലിയർ ആയോ? അപ്പൊ ഈ സ്വയം എന്ന് നമ്മൾ എവിടേക്കോ പ്രയോഗിക്കുന്നോ അവിടെ വരുന്ന വാക്കാണ് ഖുദ്. ഓക്കെ.